ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു വിന്റേജ് വണ്ടിയല്ല, അതുപോലെ തന്നെ ഒന്നുമല്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് എയർ ബാഗ് ഫോർഡ് ഫിഗോ. അപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് പോവാം. ഓക്കെ. അപ്പോൾ നമ്മുടെ മാഡ്മൈൻഡേഴ്സിലേക്ക് ഇന്ന് ഒരു പുതിയ ക്യൂട്ട് കപ്പിൾസ് വന്നേക്കാണ്. അൽത്താഫ് ഖാൻ, നിധി ചേച്ചി, ഈ ഫോർഡ് ഫിഗോന്റെ ഓണേഴ്സ്. അപ്പോൾ നമുക്ക് ഈ കാറിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിഞ്ഞാലോ? അപ്പോൾ ഈ വണ്ടി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്ത്യയിലത്തെ ഫസ്റ്റ് എയർ ബാഗ് ചെയ്ത ഫോർഡ് ഫിഗോയാണ്. അപ്പോൾ ഈ എയർ ബാഗ് ചെയ്യാനായിട്ട് ചേട്ടൻ പ്രയത്നം ചെയ്ത് എന്താണ്, വണ്ടിയോടുള്ള പാഷൻ തന്നെയാണോ അതോ എല്ലാവർക്കും വെറൈറ്റി ആയിട്ട് ഒരു യൂണിക്നെസ് ആഗ്രഹിച്ചുകൊണ്ടാണോ? ആക്ച്വലി ലോ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അതൊക്കെ നക്കി റോഡ് ഇങ്ങനെ നക്കി പോകാൻ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞല്ലോ. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ഞാൻ ആദ്യം പക്ക റൈസർ ഇതല്ലായിരുന്നു. കുറേ പേർക്ക് മനസ്സിലാവും എന്താ റൈസർ എന്നുള്ളത്. സോ കുറേ LED ബാറും ഒക്കെ വണ്ടി ഓടിച്ചിട്ട് അങ്ങനെ ഓടിക്കുന്ന ടൈപ്പായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ അഗെയിൻ ഞാൻ പിന്നെ കൂട്ടുകാരൊക്കെ കളിയാക്കി അതുമൊക്കെ വാങ്ങിയിട്ട് ഒരു ക്ലബ് ഉണ്ടായിരുന്നു, ഫോർഡ് ഫിഗോ FFC. സോ ആ ക്ലബിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളെ ഫ്രണ്ട്സ് അപ്പച്ചൻ കുറച്ച് പേരെ കൂടി നമ്മൾ കാറും മര്യാദക്കുള്ള മോഡിഫിക്കേഷനൊക്കെ വന്നു. ലൈക്ക് നല്ല വീൽസ്, പിന്നെ ഐ ബാക്ക് സ്പ്രിങ്സ്, അങ്ങനെ ലോ ചെയ്തിട്ട് ഐ ബാക്ക് സ്പ്രിങ്ങും സ്കേർട്ടും ചെയ്തു. പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഡ്രോപ്പ് ഉണ്ട്, കംഫർട്ട് വേണം, നല്ല കംഫർട്ടായിരുന്നു. പിന്നെ തോന്നി ഒന്നും കൂടി നല്ല ഇതിലേക്ക് നല്ല സ്ലാംഡായി നിലത്ത് നക്കി കിടക്കുന്ന തോന്നിയപ്പോഴാണ് N1 കൺസെപ്റ്റിൽ എടുത്ത് ഒരു ബാഗ് ചെയ്തു. ഒരു 4 മാസം കൊണ്ട് 10,000 കിലോമീറ്റർ കഴിഞ്ഞു. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, സ്റ്റിൽ ഭയങ്കര. സസ്പെൻഷൻ ചെയ്തപ്പോൾ കാറിന്റെ കംഫർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു കാറ് കൂടെ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിക്കായിരിക്കും. ഞാനിപ്പോ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് 2 മാസം 3 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. കുഴപ്പമില്ല, പക്ഷെ ഹൈവേസ് ഒക്കെ പോകുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ അപ്പൊ കുഴപ്പമില്ല. ഇനി മറ്റേ ഈ ചെറിയ റോഡുകളും ഇങ്ങനെ ചാടി ബാഗിന്റെ മുകളിൽ എയർ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ചാട്ടം വരുന്നു. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഇപ്പോൾ ബാഗ് ചെയ്തു. ബാഗ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നോർമൽ കോയിൽ സ്പ്രിങ്സിന് പോകണം. ഇപ്പോൾ ചേട്ടന് ഇപ്പോൾ ഈ എയർ ബാഗ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കേരളത്തിലെ റോഡിൽ വെച്ച് നോക്കുമ്പോൾ കുറേയധികം ഗട്ട്സും പംസൊക്കെയാണ്. അപ്പോൾ ചേട്ടൻ അനുഭവിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് നല്ല കംഫർട്ടാണ് ആക്ച്വലി. നല്ല വലിയ വന്നാലും വണ്ടി പൊക്കാം, ഗട്ടർ വന്നാലും വണ്ടി പൊക്കാം, താത്താം. പക്ഷേ താത്തി ഓടിക്കാം, ആവശ്യമുള്ള നമുക്ക് പൊക്കി ഓടിക്കാം. കോയിലേഴ്സ് ആണെങ്കിൽ അത് പറ്റില്ലല്ലോ, സ്വിച്ച് ഇട്ടാൽ പോകുന്നില്ലല്ലോ. കോയിലേഴ്സ് ആണെങ്കിൽ സ്വിച്ച് ഇട്ടാൽ പോകുന്നില്ല. സോ നമുക്ക് ഗട്ടർ വന്നാലും വണ്ടി ചവിട്ടി പൊക്കിയിട്ട് പോകാം. ചോളാണെങ്കിൽ നമുക്ക് പൊക്കാം, താഴ്ത്തുകയും ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. ഇല്ലില്ല, റണ്ണിങ്ങിൽ ഇപ്പോൾ ഓടുമ്പോൾ പൊക്കിയ താഴെ കുഴപ്പമൊന്നുമില്ല. ബുദ്ധിമുട്ട് എപ്പോഴെന്ന് വെച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹൈവേസ് പെർഫെക്റ്റ്, ഹൈ ബാക്കിൻ്റെ അതേ സെയിം കംഫർട്ട് കിട്ടും, പടക്കുകയും ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ വെൻ യു കം ടു സ്മോൾ റോഡ്സ് അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്ത് റോഡ് അങ്ങനത്തെ റോഡ് വരുമ്പോൾ വേവ്സ് ഉണ്ടാവും. സോ അത് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യണമെങ്കിൽ അതിനൊരു വൺ സൈഡ് സാക്രിഫൈസ് ചെയ്യേണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ തന്നെ ഈ എയർ സസ്പെൻഷനാണ്. അപ്പോൾ ഇത് എവിടെ നിന്ന് ചെയ്തു, ആര് ചെയ്തു എന്ന് നമ്മൾക്കറിയാം. അറിയാത്ത ആളുകൾക്കായിട്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും പറയാം. ഞാനിത് ചെയ്തത് നെസ്മൽ N1 കൺസെപ്റ്റിൽ നിന്നാണ്. സോ ഇറ്റ്സ് ഓൺ ബൈ മൈ ഫ്രണ്ട് നെസ്മൽ. സോ ഇപ്പോൾ നല്ലതായിരുന്നു. എനിക്ക് പെട്ടെന്ന് പ്ലാൻ വന്നു, കൊടുത്തു പോകാൻ പെട്ടെന്ന് തന്നെ ചെയ്തു വന്നു. നന്നായി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ വിശ്വസിച്ചൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ നെസ്മൽ തന്നെയായിരിക്കും. കാരണം വെച്ചാൽ എവിടെ എപ്പോഴാണ് സർവീസ് നിർത്തും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല, എവിടെ വെച്ച് പ്രശ്നങ്ങളുണ്ടായാലും വൺ കോൾ പുള്ളിക്കാരൻ അവിടെ എത്തും, എങ്ങനെയെങ്കിലും എത്തിയിരിക്കും ഫോർ ഷുവർ. സോ ഇതുപോലത്തെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ബാഗ് ചെയ്യുന്ന ആൾക്കാരുള്ള കുറച്ച് ആൾക്കാരുള്ള നോട്ട് ചെയ്ത് വെച്ചോളൂ, കോൺടാക്ട് ചെയ്തോളൂ എന്നാണ് ആളെന്ന് കമ്മീഷൻ വാങ്ങിച്ചോളാം. അപ്പോൾ ഇങ്ങനൊരു ബാഗ് വണ്ടിയായിട്ട് നമ്മുടെ കേരളത്തിലെ റോഡുകളിലൂടെ പോകുമ്പോൾ ചേട്ടന് കിട്ടുന്ന ഒരു ഫാൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ പിള്ളേർ ഇപ്പോൾ വണ്ടിനെ പറയുന്ന ആൾക്കാർ വണ്ടിനെ കാണുമ്പോൾ ചേട്ടന് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫൈഡ്. കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും പൈസ ഇറക്കി പണിയുമ്പോൾ പിള്ളേർ കാണുമ്പോൾ അവർ ശരിക്കും നന്നായിട്ടായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് പൊളിയാണെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതേസമയം പലരും പറയും റൈസറാണെന്ന് പറയുകയും ചെയ്യും. എന്നാലും കുഴപ്പമില്ല, സ്പെൻഡിങ് മണി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ. അപ്പോൾ വണ്ടിയുടെ ചെലവും മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ നോർമലി ഒരു വണ്ടി കൊണ്ട് നടക്കുന്നതിനേക്കാൾ ഉപരി മോഡിഫൈഡ് വണ്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേക ഇപ്പോൾ വീട്ടുകാരിൽ നിന്നൊരു
ഇത് കിട്ടണമല്ലോ. ഒരു ബാക്കപ്പ് ഉണ്ടോ അതോ നമുക്ക് വീട്ടുകാർ 10 പൈസ ഇറക്കില്ല, ആക്ച്വലി ബാക്കപ്പ് ഇല്ല, നമ്മൾ തന്നെ ഇറക്കണം, കുഴപ്പമില്ല. 28 വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടോ? കുഴപ്പമില്ല. അവര് ഉമ്മ അങ്ങനെ ഉള്ളു. ഉമ്മയുടെ പേര് തന്നെ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നോക്കിയാലും മാതാച്ചിട്ടുണ്ട്. ഉമ്മേൻ്റെ ഡ്രൈവ് ചെയ്യും, എന്നാലും വലിയ കുഴപ്പമില്ല. എന്നാലും ഇപ്പോൾ ഇവിടെടുത്ത് കല്യാണം കഴിഞ്ഞ സ്ത്രീകളോട് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. സോ ഇപ്പോൾ കൊണ്ടെടുക്കുന്നതിന് നമുക്ക് ചിലവില്ല. ഇപ്പോൾ ഇപ്പോൾ ബാഗ് ചെയ്തിട്ട് ഒരു 1.4 എനിക്ക് 1,40,000 ചിലവായി. പിന്നെ അതിൻ്റെ ഇപ്പോൾ സർവീസൊക്കെ ഫ്രീ ആയിരുന്നു, ആ സർവീസൊക്കെ. സോ ഇതൊരു കംപ്ലൈൻറ്റ്സ് വേറെ ഇത്ര മാസം ഇപ്പോൾ 2000 കിലോമീറ്റർ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അത് ഫ്രീ സർവീസ് അത് ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് വല്ല കംപ്ലൈൻറ്റ്സ് വല്ല ഇഷ്യൂസ് വരികയാണെങ്കിൽ എനിവേ മെഷീൻസ് ആണ്, ഇലക്ട്രിക്കൽസ് ആണ്, കംപ്ലൈൻറ്റ്സ് വരാൻ ചാൻസസ് ഉണ്ട്. സോ ആ ടൈമിൽ അത്ര എക്സ്പെൻസ് വരാൻ ചാൻസ് ഇല്ല, വരില്ല എൻ്റെ അറിവിൽ. വേറെ മീൻസില്ല, ഡീസലെല്ലാം തന്നെ, ബാക്കി വേറെ ഒന്നുമില്ല. അപ്പോൾ വണ്ടിയുടെ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ചോദിക്കാനുള്ളത് ചേച്ചിയോടാണ്. അതായത് ഈ കാറുമായിട്ട് ചേച്ചിക്കുള്ള റിലേഷൻ എങ്ങനെയാണ്? അതായത് ഇപ്പോൾ ചേട്ടനുള്ള ഒരു താല്പര്യം പോലെ തന്നെ ചേച്ചിക്കും ഉണ്ടാവില്ല ഒരു കാറിനോടുള്ള ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളും, അതെങ്ങനെയാണ്? അങ്ങനെയൊന്നും എന്നാലും ഒരു 4 മാസമായിട്ടുണ്ടല്ലോ. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോ ഇതുപോലെ പറഞ്ഞ മാതിരി കുഴിയൊക്കെ വരുമ്പോ ഞാൻ പറയും വണ്ടി പൊക്ക്, വണ്ടി താഴ്ച. അവര് നോക്കുന്നുണ്ട്. ഞങ്ങൾ ആക്ച്വലി മണി കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ നിങ്ങളുടെ ബാഡ്മിന്റേഴ്സ് വ്ളോഗിനെ പറ്റിയിട്ട് എന്താണ് ഒരു അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. ആക്ച്വലി കേരളത്തിലിപ്പോൾ വ്ളോഗേഴ്സ് കുറേ വ്ളോഗേഴ്സ് ഉണ്ടാവില്ല. ഇപ്പോൾ ഓട്ടോ റിലേറ്റഡായിട്ട് ചെയ്യുന്ന കപ്പിൾസായിട്ട് ചെയ്യുന്ന അപ്പോൾ ആദ്യമായിട്ട് ചിലപ്പോൾ നിങ്ങളായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇതുവരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഓക്കെ, സോ ഇൻ മൈ വ്യൂ യു പീപ്പിൾ ആർ ദ ഫസ്റ്റ് വൺ. സോ ഇപ്പോൾ നെവിലിന് മുമ്പ് എന്നെ വിളിക്കുമ്പോൾ വണ്ടി വേണം നമുക്ക് വ്ളോഗ് ചെയ്താലെന്ന് വിളിക്കുമ്പോൾ ഓക്കെ, ദെൻ ഐ ഗോട്ട് യുവർ റിക്വസ്റ്റ്, ദെൻ ഐ വെൻറ്റ് ത്രൂ യുവർ പ്രൊഫൈൽസ് ആൻഡ് ഓൾ. സോ ഇറ്റ് വാസ് ലുക്കിംഗ് ഗുഡ്. പിന്നെ ഇറ്റ്സ് ഓൾ ഗുഡ് എനിവേ, ഇറ്റ്സ് ഓൾ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. സോ മാഡ് മൈൻഡേഴ്സിന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ദിസ് യു ആർ വാച്ചിങ് യുവേഴ്സ് ഫേവറേറ്റ് മാഡ് മെൻഡേഴ്സ് ഫ്രം മാഡ് മെൻഡേഴ്സ് വ്ളോഗ്.